ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിറിയയിൽ ഇപ്പോൾ വളരെ രസകരമായ സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിന് തൊട്ടടുത്ത് 15 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. അവർ ഏത് നിമിഷം ദമാസ്കസിലേക്ക് കടന്നു വരാം. ഇന്നലെയും ഒന്നുമായി ഏതാണ്ട് 250 കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ടും അല്ലാതെ തകർത്തിട്ടുള്ളത്. അത് എല്ലാം തന്നെ സൈനിക കേന്ദ്രങ്ങളും അവരുടെ ആയുധം വെച്ചിരുന്ന സ്ഥലങ്ങളുമൊക്കെയാണ്. അത് ഈ വിമത സംഘത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ കിട്ടരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിനർത്ഥം ഇസ്രായേൽ അതിഭയങ്കരമായി ഈ വിമത സൈന്യത്തെ ഭയക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു നല്ല ഭയപ്പാടിലാണ്. അതിന് കാരണം ഈ ദമാസ്കസ് പിടിച്ച ഉടനെ തന്നെ ദമാസ്കസിലുള്ള ഒരു മസ്ജിദിൽ വെച്ച് അബു മുഹമ്മദ് അൽ ജൂലാനി ഒരു പ്രഖ്യാപനം നടത്തി. നമ്മൾ ഇസ്രയേലിലേക്ക് കടക്കുകയാണ്. തോക്കേന്തിയ ഈ വിമത സൈന്യം എല്ലാവരും കൂടി തക്ബീർ വിളിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെയധികം കരഘോഷത്തോടെ സന്തോഷത്തോടെയാണ് ആ വാർത്തയെ എതിരേറ്റത്. ഇത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. കാര്യം ഈ ഇസ്രായേലും അമേരിക്കയും ഈ IS സംഘം അൽ ഖായ്ദ സംഘം എല്ലാം കൂടി ഒരുമിച്ചാണ് അസദിനെ പുറത്താക്കാൻ വേണ്ടി നിന്നത്. പക്ഷേ അസദ് പുറത്തായതോടുകൂടി ഇവർ തെറ്റിത്തിരിയാണ് ഉണ്ടായത്. ഈ അൽ ഖായ്ദ സംഘത്തിൻ്റെ അല്ലെങ്കിൽ അബു മുഹമ്മദ് അൽ ജൂലാനി സംഘത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഇസ്രായേലിനെ പിടികിട്ടിയിരിക്കുകയാണ്. അവർ ഇസ്രായേലുമായി ഇപ്പോൾ നേർക്ക് നേർ വന്നിരിക്കുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ ഏറ്റുമുട്ടും. കാരണം ഈ ഇസ്രായേൽ സംഘം ഇപ്പം ദമാസ്കസിൽ തൊട്ടടുത്തുണ്ടല്ലോ. ഈ ജൂലാനിയുടെ സംഘം ദമാസ്കസിലുമുണ്ട്. സ്വാഭാവികമായും ഒരു ഏറ്റുമുട്ടലുണ്ടാകും. അതോടൊപ്പം നെതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞങ്ങൾ ഗോലാൻ കുന്നുകൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ്. ഗോലാൻ മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഞങ്ങൾ ഇടിച്ചു കയറുമെന്നാണ് ഈ അബു മുഹമ്മദ് അൽ ജൂലാനിയും സംഘവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറിയയുടെ തെരുവിലാകെ വെടിയൊച്ചകളാണ്. അസദിനെ പുറത്താക്കിയത് നഷ്ടമായി എന്ന് അവിടെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സിറിയക്കാർ ഇത്തരമൊരു സിറ്റുവേഷൻ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം 55 കൊല്ലമായിട്ട് 54 കൊല്ലമായിട്ട് ഇയാൾ ഭരിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അവർക്ക് അഭിമുഖീകരിക്കേണ്ടത്. ഇപ്പോൾ തെരുവിലാകെ വെടിയൊച്ചകളാണ്, ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഈ സിറിയക്കാരെ സംബന്ധിച്ച് സന്തോഷവും പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ഭയവും ഒരുമിച്ചാണ് നേരിട്ടിരിക്കുന്നത്. ഇതറിഞ്ഞ് അസദ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പുറത്തായാലേ സന്തോഷമുണ്ടാകൂ എന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കാരണം ഇറാഖിൽ നിന്നും ലിബിയയിൽ നിന്നും സദ്ദാം ഹുസൈനെയും ഗദ്ദാഫിയുമൊക്കെ പുറത്താക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ തന്നെ ആഘോഷിച്ചിരുന്നു. ആദ്യ ദിവസങ്ങളിൽ അവർ വളരെയധികം ആഹ്ലാദിച്ചിരുന്നു. ഒരു ഏകാധിപതിയെ പുറത്താക്കി, അല്ലെങ്കിൽ അയാളുടെ ക്രൂരതകളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിരൂക്ഷമായ പോരാട്ടങ്ങൾ നടന്ന് അവരെ എല്ലാം സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് രാജ്യം ഇതുവരെയും ഛിന്നഭിന്നമായിട്ടാണ് കഴിയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു ഈ ലിബിയയിലും ഇറാഖിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? വെറും പിച്ചക്കാരേക്കാൾ കഷ്ടമാണ്. കാര്യം യുദ്ധത്തിൽ ഒരു ഏകാധിപതി തോറ്റു കഴിയുമ്പോൾ അവരെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും. അവർ പോലും സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് ഈ അപവാദങ്ങളായി പുറത്തു പറയുന്നത്. അതൊക്കെ ശത്രുക്കളുടെ വിമതരുടെ ഒരു തന്ത്രങ്ങളാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ. എന്നാൽ തീവ്രവാദികളായ ഈ സംഘങ്ങൾ ഭരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ നിയമങ്ങളാണ്. അതിലൊരിക്കലും മനുഷ്യത്വം ഉണ്ടാവില്ല. നേരത്തെ അസദിനെ അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ അതുമല്ലെങ്കിൽ ഗദ്ദാഫിയെ വിമർശിച്ചു എന്ന കാരണത്താൽ ആണ് അവരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ആ രാജ്യം വിമതർ പിടിച്ചെടുത്തത്. എന്നാൽ ഈ വിമതർക്കെതിരായി ഒരു ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ അടിച്ചു കളയുകയാണ്, കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതിന് എന്തുമായിട്ട് അസദിൻ്റെ ഭരണം കഴിഞ്ഞല്ലോ. പക്ഷേ സിറിയ വലിയ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നിപ്പോൾ ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുണ്ട്, വിമതരുമായി നേർക്ക് നേർ നിൽക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന് അവിടെ തുടരാൻ കഴിയുന്നില്ല. അമേരിക്ക അവരുടെ സൈന്യത്തെ സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നൊക്കെ പിൻവലിക്കുക എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് മതിയായി, അവരെ ആദിശിച്ചത് നടന്നു. അവരൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇറാനെയും റഷ്യയൊക്കെ ദുർബലമാക്കുക എന്നുള്ളതായിരുന്നു. അസദിനെ പുറത്താക്കുന്നതിലൂടെ അവർ സാധിച്ചു എന്നാണ് കരുതുന്നത്. പക്ഷെ അവരെല്ലാം കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഈ വിമത സൈന്യം റഷ്യയും ഇറാനുമായി കൈകോർത്തിരിക്കുകയാണ്.
നേരത്തെ ലെബനോനുമായി അല്ലെങ്കിൽ ഹമാസുമായി ഏറ്റുമുട്ടിയതുപോലല്ല ഇനി ഈ അൽ ഖൈദക്കാരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവർ മറ്റൊരു രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അവർ ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ തന്നെ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ഗോലാനിലെ ഗ്രൂസ് ഗ്രാമത്തിലെ ഒരു UN സൈനിക പോസ്റ്റിന് നേരെ വിമത ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ വിമതർ ഓൾറെഡി ഗോലാനിൽ എത്തിക്കഴിഞ്ഞു. ഈ UN സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇപ്പോൾ വ്യോമനിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് മറ്റു 2-3 കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ തുർക്കിയിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾ അവരുടെ ജന്മസ്ഥലമായ ഗോലാനിലേക്ക് വന്ന് കയറുന്നു എന്നൊരു ഭയം ഈ ഇസ്രായേലിന് വന്നിട്ടുണ്ട്. അവരെ അവിടെ തടയുക, അതാണ് ഇപ്പോൾ ഈ വ്യോമനിരീക്ഷണം കർശനമാക്കുകയും അതുകൂടാതെ ഒരു 3-4 എക്സ്ട്രാ ബ്രിഗേഡിനെ കൂടി ഇവരിപ്പോൾ ഗോലാനിൽ നിലനിർത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് അവരെ ഇറക്കിയിട്ടുണ്ട് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് വേണം നമ്മൾ കണക്കൂട്ടാൻ. ഒരു യുദ്ധത്തിന് ഒരു മുഖം മാത്രമല്ല ഉള്ളത്. ഏകപക്ഷീയമായ വിജയം ഒരിക്കലും ആർക്കുണ്ടാവുന്നില്ല. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ദുർബലമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാനാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം ഇപ്പുറത്ത് തീവ്ര സംഘങ്ങൾ ഒരുമിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡമാസ്കസ്. ഇന്നലെ ഈ അൽ ഖൈദ സംഘം പിടിച്ചപ്പോൾ അവരോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹമാസ് സംഘങ്ങൾ, സൈന്യങ്ങൾ വളരെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതിൽ നമുക്ക് മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിമതരൊക്കെ ആരുടെ ഒപ്പമാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇതുവരെ ഓർത്തിരുന്നത് ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടെയാണെന്നാണ്. ഇപ്പോൾ അതല്ലെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതിനിപ്പം വേറൊരു വാർത്തയും കൂടിയുണ്ട്. ഈ അസദിനെ പുറത്താക്കിയതിനു ശേഷം അസദിൻ്റെ നിലവറയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിമതരെ അതിക്രൂരമായി ശിക്ഷിക്കുകയാണ് എന്നൊരു പ്രചരണം ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിമത സൈന്യം വളരെയധികം പ്രതീക്ഷയോടെ അവരെല്ലാം തുറന്നു വിടാൻ വേണ്ടി നേരെ ഇവിടേക്ക് ഇറങ്ങി. അവരുടെ അണ്ടർഗ്രൗണ്ടിലേക്ക്, നിലവറകളിലേക്ക്. ഈ നിലവറ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള നല്ല സജ്ജീകരണങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ അതുവഴിയായിരിക്കും അസദ് രക്ഷപ്പെട്ടത്. അതിങ്ങനെ ഏത് വഴി എങ്ങോട്ട് കയറുന്നു ഒരു പിടുത്തമില്ല. ഈ നമ്മൾ ഈ ഹമാസിൻ്റെയോ ഹിസ്ബുള്ളയുടെയോ ഒന്നും കണ്ട നിലവറകൾ പോലല്ല. വളരെ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുള്ളിൽ ഇനി വല്ല തടവറകൾ വല്ലതും ഉണ്ടെന്നോ, ആൾക്കാരൊക്കെ ഈ ഭൂമിക്ക് അടിയിലിട്ടിട്ട് പരിപ്പെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെട്ടിക്കുഴിച്ചൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവിടെയെങ്കിലും ഒരു മനുഷ്യയില്ല. ലാസ്റ്റ് അവർ അന്വേഷണം നിർത്തി. അപ്പോൾ നിലവറ മാത്രം ബാക്കിയുണ്ട്, ആൾക്കാരാരുമില്ല. അപ്പോൾ ഈ പറഞ്ഞൊക്കെ വെറുതെ കള്ളമാണ്. അങ്ങനെയൊന്നും ആരെയും എവിടെയും ജയിലിലിടുകയൊന്നുമില്ല. കുറ്റവാളിയെ നേരെ രാജ്യത്ത് പിടിച്ച് ജയിലിലിടുമല്ലോ. അപ്പോൾ അവരെല്ലാം തുറന്നു വിട്ട് അതെല്ലാം അസദിനെ വിമർശിച്ചവരാണെന്ന് പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹമാസും ലെബനോനുമായിട്ടുള്ള യുദ്ധമൊന്നും ആയിരിക്കില്ല. അൽ ഖൈദയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമാണ്. അവരിപ്പോൾ ഓൾറെഡി നേർക്ക് നേർ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഗോലാനിലേക്കൊക്കെ വിമതരെത്തി. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ആ വാർത്തയുമായി വീണ്ടും കാണാം. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്.